യുഎഇയിലും അതുപോലെ തന്നെ മറ്റുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളിലും പൗരപ്രമുഖരായ മുഴുവൻ വിശ്വാസികളും റബീഉൽ അവ്വൽ 1 മുതൽ അവസാനം വരെ വ്യത്യസ്ത ദിനങ്ങളിലായി അവരുടെ വീടുകളിൽ ഗംഭീരമായ രീതിയിൽ തന്നെ മൗലിദാഘോഷം നടത്തി വരികയാണ്. كما أني أتشرف أن أقيم احتفالا بهذه المناسبة جريا على عادة السيد الوالد الإمام الشيخ محمد الخزرجي وأسلافنا جميعا. قد يكون هذا المولد الأكبر من نوعه بعد المولد الرسمي الذي تقيمه حكومة أبو ظبي، وفيه جائزة البردة الشريفة في مدح النبي صلى الله عليه وآله وصحبه وسلم. ലോകത്ത് അബുദാബി ഗവൺമെന്റ് ഏറ്റവും വലിയ മൗലിദാഘോഷം നടത്താറുണ്ട്. ജായിദത്ത് ബുർദ എന്ന പേരിൽ ഏറ്റവും വലിയ ബുർദ അവാർഡ് ആ മൗലിദിനോടനുബന്ധിച്ച് ഗവൺമെന്റ് നൽകാറുണ്ട്. എന്നാൽ അതിനുശേഷം അബുദാബിയിലെ യുഎഇയിലെ ഏറ്റവും വലിയ മൗലിദ് പരിപാടി എന്റെ പിതാവിന്റെ സ്മരണക്കുകൂടി ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖസ്റജിയുടെ പരലോകവും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്ത് തന്നെ നടത്താൻ പോവുകയാണ്. അതായിരിക്കും ഗവൺമെന്റിന്റെ ഔദ്യോഗിക മൗലിദ് കഴിഞ്ഞാൽ അറബ് ലോകത്തെ ഏറ്റവും വലിയ മൗലിദ് എന്ന് ഞാൻ കരുതുന്നു. فالأنصار يحتفلون بمولد النبوي الشريف منذ طلع البدر علينا، فقد أتى النبي صلى الله عليه وسلم، صادف وصول النبي صلى الله عليه وسلم إلى المدينة المنورة في يوم مولده، وهذا بسر عظيم لا يعلمه إلا الله. അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന അന്ന് മുതൽ തന്നെ അവർ വലിയ വിപുലമായ രീതിയിൽ മൗലിദാഘോഷങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. فكان استقبالهم له صلى الله عليه وسلم بطلع البدر علينا احتفالا بوصوله إلى المدينة المنورة وبمولده الشريف، ويصح أن يكون ذلك. തൊലഅൽ ബദ്റു എന്ന് ലോകം മുഴുവൻ പ്രസിദ്ധമായ കവിത ചൊല്ലിക്കൊണ്ട് അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിരേറ്റ ആ ദിവസം നമുക്കൊക്കെ അറിയാം. കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നു എന്നത് മാത്രമല്ല അന്നത്തെ പ്രത്യേകത. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. إن هذا اليوم الذي يوضع فيه أساس بيت من بيوت الله وبشارات من الله واضحة وعلامات من النصر لائحة. قال تعالى: وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون. ഇന്ന് ഈ ചരിത്രപ്രസിദ്ധമായ പള്ളിക്ക് തറക്കിലിട്ടതിലൂടെ ജനങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിതാ മഹാഭാഗ്യം മഹാസൗഭാഗ്യം കൈവന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനം അല്ലാഹുവും റസൂലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ ഇത്രയും വലിയൊരു വിജയം മഹാഭാഗ്യം നിങ്ങൾക്ക് വരാനില്ല. إن من أفضل الأعمال تشييد بيوت الله. قال تعالى: في بيوت أذن الله أن ترفع والرفع أن يعظم قدرها. قاله الحسن والضحاك، وقال مجاهد وعكرمة معناه تبنى وتعلى. ومنه قوله تعالى: وإذ يرفع إبراهيم القواعد من البيت، وأضافها الله تعالى إلى نفسه إضافة تشريف وتكريم. പള്ളികളുണ്ടാക്കുക എന്നത് വലിയ പുണ്യമാണെന്ന കാര്യം വിഡ്ഢികളല്ലാതെ ലോകത്ത് ആരെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടോ? അതെ, പള്ളികളുണ്ടാക്കുക എന്നത് വലിയ പുണ്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അതിനല്ലാഹു എന്ന ഖുർആൻ വാചകത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട് പ്രസിദ്ധ പണ്ഡിതന്മാരായ ഇക്രിമ തുടങ്ങിയവർ പറഞ്ഞത് ആ പള്ളി എത്രമാത്രം വലുതാക്കി ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ അത്രയും വലിയ പള്ളികൾ ഉണ്ടാക്കണം എന്നാണ്. ഇതിനെ വിശ്വാസികൾ ആരും തന്നെ എതിർക്കുകയല്ല, മറിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. وقد شرف الله عامرها فقال تعالى: إنما يعمر مساجد الله من آمن بالله واليوم الآخر. പള്ളികൾ ഉണ്ടാക്കുന്നത് പ്രൗഢിക്ക് വേണ്ടിയോ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല എന്നും മറിച്ച് പള്ളികൾ വലുതായി
ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് എന്നതിന്റെ വലിയ തെളിവാണ് എന്നതാണ് ഖുർആൻ നമ്മെ മുഴുവൻ പഠിപ്പിച്ചത്. لهذا الجامع ميزة عظيمة واسمه جامع الآثار النبوية الشريفة، وهو منسوب للنبي صلى الله عليه وآله وصحبه وسلم، يوضع أساسه في شهر المولد النبوي الشريف. فبارك الله في صاحب الفكرة والقائمين عليها ومن تسبب في إنجاحها. ഈ പള്ളിയെ നിങ്ങൾ മറ്റു സാധാരണ പള്ളി പോലെ മനസ്സിലാക്കിയാൽ പറ്റില്ല. ഈ പള്ളി അസാധാരണമായ ഒരു പള്ളിയാണ്. ഇതിന് തറക്കല്ലിടുന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഹ്റ മുബാറക് സൂക്ഷിക്കപ്പെടും. അതുപോലെ നിങ്ങൾക്ക് ബറക്കത്തെടുക്കാൻ ഒരുപാട് തിരുശേഷിപ്പുകൾ അവിടെ ഉണ്ടാകും. അതേ, ഇത്രയും വലിയ ഈ പുണ്യം ഇതിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ ആരൊക്കെയുണ്ടോ, ഇതിൽ ഭാഗവക്കായ ഏതൊക്കെ സഹകാരികളുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ അനുഗ്രഹം ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. وبمناسبة التسمية الشريفة والنسبة العظيمة لهذا الجامع المبارك لسيدي ومولاي رسول الله صلى الله عليه وآله وصحبه وسلم، فيجدر بي أن أعرج في كلمتي على الآثار الشريفة والذخائر النفيسة وما حوته من العلوم الرفيعة. തിരുശേഷിപ്പുകളുടെ പള്ളി എന്ന് ഈ പള്ളിക്ക് നാമകരണം ചെയ്തതിലൂടെ വളരെ വലിയൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. إن آثاره صلى الله عليه وسلم لها بركات ظاهرة على الأماكن والأفراد، ولهذا كان الصحابة رضوان الله عليهم يتنافسون للحصول على شيء من تلك البركة النبوية العظيمة، وورثوها لمن بعدهم من أبنائهم وأتباعهم. തിരുശേഷിപ്പുകളുടെ ബറക്കത്ത് ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതാണ്. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ തിരുശേഷിപ്പുകൾ സ്വന്തമാക്കാൻ വേണ്ടി മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തങ്ങളുടെ അനന്തരാവകാശികൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യമായി അവർ കരുതി വച്ചിരുന്നതും അത്തരം തിരുശേഷിപ്പുകളായിരുന്നു. وقد يقول قائل إن هذه الآثار والشعر النبوي لا يبقى هذه الفترة الطويلة، وإن بقي فلن يكون كثيرا، وما هذا إلا من قلة العلم والاطلاع والعلم بخصائص الأنبياء وخصائص شعر سيد الكونين صلى الله عليه وآله وصحبه وسلم، وذلك أن شعره صلوات الله وسلامه عليه ما زال في نمو مستمر إلى الآن، وأن الشعرة الشريفة الواحدة تنشطر فتنقسم إلى الشعرة الواحدة إلى شعرتين فأكثر. തിരുശേഷിപ്പുകൾ എത്രയും കാലം നിലനിൽക്കുമോ എന്നാണ് ചിലരുടെ ചോദ്യം. മറ്റു ചിലരാകട്ടെ തിരുശേഷിപ്പുകൾ ഇത്രയും കൂടുതൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ഭൗതികമായ വിലയിരുത്തലുകൾക്ക് ഒരുപക്ഷെ അവരുടെ ചോദ്യം ശരിയായി എന്ന് തോന്നും. എന്നാൽ അവർക്ക് പ്രവാചകന്മാരെ സംബന്ധിച്ചോ പുണ്യാത്മാക്കളെ സംബന്ധിച്ചോ അവരുമായി ബന്ധപ്പെട്ട ബറക്കത്തുള്ള സാധനങ്ങളെ സംബന്ധിച്ചോ ഒന്നും അറിയാത്തവരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തിരുശേഷിപ്പുകൾ സ്ഥിരമായി വളരുമെന്നും അവർക്ക് ഇഴകളുണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ ആ തരത്തിൽപ്പെട്ടതാണ് എന്ന ചരിത്രം അറിയാത്തത് കൊണ്ടാണ് അവർ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. الماديون ينظرون إلى المادة ومكنوناتها وما يمكنها أن تكون عليه من خصائص، ولكن هذا جزء طاهر من جسد سيدي ومولاي رسول الله صلى الله عليه وآله وصحبه وسلم، فنسي الماديون ذلك فأعملوا أفكارهم في المادة وأغفلوا المعجزة والبركة والخصوصية
കേവലം ഭൗതികമായ കാര്യങ്ങൾ വിലയിരുത്തി മാത്രം പരിചയമുള്ള ആളുകൾ തിരുശേഷിപ്പുകളെയും ആ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ദേഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ന വസ്തുത മനസ്സിലാക്കുന്ന ഒരാൾക്കും തന്നെ ഇതിന്റെ പുണ്യവും ഇതിന്റെ ബറക്കത്തും നിഷേധിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ولكن الآثار النبوية الشريفة تكذبهم، بل إن شعرة واحدة لرسول الله صلى الله عليه وسلم بما فيها من خصائص تنسف أقوالهم وحججهم. رسول الله صلى الله عليه وسلم തങ്ങളുടെ ഒരു മുടിയെ സംബന്ധിച്ച് മാത്രം പഠനം നടത്തുമ്പോൾ, അതിനെ ശരിയായ രീതിയിൽ വിലയിരുത്തുമ്പോൾ അവരുടെ ഈ വാദങ്ങൾ മുഴുവൻ അബദ്ധമാണ് എന്ന് പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാവുന്നതാണ്. إن النبي صلى الله عليه وسلم لما حلق بمنى قال للحلاق ها، وأشار بيده إلى الجانب الأيمن هكذا، فقسم شعره بين من يليه. قال ثم أشار إلى الحلاق وإلى الجانب الأيسر فحلقه فأعطاه أم سليم. وأما في رواية أبي كريب قال فبدأ بالشق الأيمن فوزع الشعرة والشعرتين ثم بين الناس ثم قال بالأيسر فصنع به مثل ذلك، ثم قال ها هنا أبو طلحة فدفعه إلى أبي طلحة. ഹജ്ജ് വേളയിൽ മിനായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുടി കളയാൻ വേണ്ടി പ്രത്യേകം കൽപ്പിക്കുകയും ആ വലഭാഗത്തെ മുടി കളഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന 10,000-ങ്ങൾക്ക് 1, 2 എന്ന രീതിയിൽ മുടി വിതരണം ചെയ്യുകയും പിന്നീട് ഇടഭാഗത്തെ മുടി കളയാൻ വേണ്ടി കൽപ്പിക്കുകയും അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൂട്ടം ഒരു പിടി മുടി മുഴുവനായി നൽകുകയും ചെയ്തു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഴുവൻ കാണാവുന്നതാണ്. وعند أحمد عن أنس بن مالك الأنصاري لما حلق رسول الله صلى الله عليه وسلم رأسه بمنى أخذ شعر رأسه الأيمن بيده فلما فرغ ناولني فقال يا أنس انطلق بهذا إلى أم سليم. فلما رأى الناس ما خصنا به تنافسوا في الشق الآخر، هذا يأخذ الشيء وهذا يأخذ الشيء. وأحاديث توزيع الشعر النبوي الشريف كثيرة. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടിലും ഇതേ പ്രകാരം തന്നെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലമുടി കളഞ്ഞപ്പോൾ അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു എന്നും ആളുകൾ അതിൽ നിന്നൊരു കുണ്ടം തന്നെയെങ്കിലും കിട്ടാൻ വേണ്ടി വളരെയധികം കിണഞ്ഞ് ശ്രമിക്കുകയായിരുന്നു എന്നും ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തിക്കൊണ്ടുവരാൻ സാധിക്കും. وهنا أسأل المنكرين كيف وصل إلينا كلام النبي صلى الله عليه وآله وصحبه وسلم ولم يكن مكتوبا ولا مدونا، ونهى صلى الله عليه وسلم عن كتابته